എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നവംബർ 1 ഗുരുവായൂർ വിളക്ക് പൂജ ഇന്നാണ് ആരംഭിക്കുന്നത്. കൂടാതെ കേരളപ്പിറവി ദിനവും കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും കേരളപ്പിറവി ദിന ആശംസകൾ. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പ്രത്യേകത നമുക്കെല്ലാം അറിയാമല്ലേ. ഭഗവാന്റെ സാന്നിധ്യം അത്രയേറെ അനുഭവപ്പെട്ടിട്ടുള്ള ക്ഷേത്രമാണ് ഗുരുവായൂർ. ക്ഷേത്രത്തിൻ്റെയും പേരിൻ്റെയും പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. അതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ദ്വാപര യുഗത്തിൻ്റെ അവസാനം ദ്വാരകാ നഗരം കടലിനാൽ മൂടപ്പെടുന്നതിൻ്റെ തൊട്ടു മുന്നേ ഭഗവാന് ഒരു ആഗ്രഹം ഉണ്ടായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ പിതാവായ വസുദേവരും മാതാവായ ദേവകിയും കാലങ്ങളായി പൂജിച്ചു വന്നൊരു നാരായണ വിഗ്രഹമുണ്ട്. അതൊരിക്കലും പാഴായി പോകരുത് എന്ന് ഭഗവാന് വല്ലാത്ത ആഗ്രഹം. അങ്ങനെ ഭഗവാൻ ബൃഹസ്പതി ഗുരുവിനെ വിളിച്ചു വരുത്തി. അദ്ദേഹത്തോട് ഭഗവാൻ പറഞ്ഞു, ഈ വിഗ്രഹം ഉചിതമായ സ്ഥലത്ത് സ്ഥാപിക്കണം. ഭഗവാന്റെ സാന്നിധ്യം അത്രയേറെ ഉൾക്കൊണ്ടൊരു വിഗ്രഹമാണത്. അങ്ങനെ ദേവഗുരുവായ ബൃഹസ്പതി വായുദേവൻ്റെ സഹായം തേടി. വായുദേവനോട് ഉണ്ടായ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് വായുദേവൻ്റെ സഹായത്തോടെ അദ്ദേഹം, അതായത് ഗുരുവും വായുവും കൂടി ഈ വിഗ്രഹം സ്ഥാപിച്ച സ്ഥലമാണ് ഗുരുവായൂർ എന്നറിയപ്പെടുന്നത്. ഭഗവാന്റെ ഇച്ഛക്കനുസരിച്ച്, അതായത് ശ്രീകൃഷ്ണൻ്റെ ഇച്ഛക്കനുസരിച്ച്, ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു ഭഗവാന്റെ അവതാരമാണെന്ന് നമുക്കെല്ലാം അറിയാം. ഭഗവാന്റെ ആഗ്രഹത്തിനനുസരിച്ചാണ് ഈ വിഗ്രഹം ഗുരുവായൂരിൽ സ്ഥാപിച്ചത്. സമ്പൂർണ്ണ ശക്തിയോടുകൂടി ഭഗവാൻ കുടികൊള്ളുന്നതിനാൽ ഭൂലോക വൈകുണ്ഠം എന്നും ഗുരുവായൂർ അറിയപ്പെടുന്നുണ്ട് അല്ലേ. ഗുരുവായൂർ അമ്പലത്തിൽ വരുമ്പോൾ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിലും കൂടി ദർശനം നടത്തിയാലേ ദർശന പുണ്യം പൂർണ്ണമാവൂ എന്നൊരു വിശ്വാസം കൂടിയുണ്ട്. അതിന് മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൃഹസ്പതി ഗുരുവും വായുദേവനും കൂടി ഈ വിഗ്രഹവും കൊണ്ട്, അതായത് പാതാളാഞ്ജനേയ ശിലയിലുള്ള നമ്മുടെ ഭഗവാന്റെ വിഗ്രഹം എവിടെ സ്ഥാപിക്കണം എന്നറിയാതെ ഇങ്ങനെ വരുമ്പോഴാണ് പാർവതി ദേവിയോടൊത്ത് മഹാദേവൻ രുദ്രതീർത്ഥക്കുളത്തിനരികെ നൃത്തം ചെയ്യുന്നതും മഹാദേവനാണ് ഭഗവാന്റെ വിഗ്രഹം ഇവിടെ സ്ഥാപിക്കണമെന്ന് ഗുരുവായൂരിൽ സ്ഥാപിക്കണമെന്ന് അരുളി ചെയ്തതും. അതിനാലാണ് മമ്മിയൂർ അമ്പലവും ഗുരുവായൂർ അമ്പലവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറയുന്നത്. അതായത് ഈ സ്ഥലം പണ്ട് മഹാദേവൻ്റെ സ്ഥലമായിരുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.